ദിയമോളുടെ ഇന്നത്തെ സന്തോഷം കണ്ടപ്പോ രാജീവേട്ടന്റെ മരണത്തിന് ശേഷം അവൾ ഇത്രയും സന്തോഷിച്ചിട്ടില്ലെന്നാ എനിക്ക് തോന്നിയത്. ദിയമോളുടെ സന്തോഷമാണ് വന്ദനയ്ക്ക് പ്രധാനമെങ്കിൽ അവളെ എന്നോടൊപ്പം അയക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. സാറോ? ഉറങ്ങിക്കോ, നൈറ്റ് ഡ്യൂട്ടി അല്ലേ, ഉറങ്ങിക്കോ. വാ, വന്ന് കിടക്ക. വാ. കേറ് മോളെ, വാ കേറ്. വാ വാ, ഇവിടെ ഇരിക്ക. കിടക്ക. എന്നിട്ട് സുഖമായിട്ട് ഉറങ്ങിക്കോ. തൽക്കാലം ഞാൻ ഡോർന്ന് ലോക്ക് ചെയ്യട്ടെ. വേറൊന്നും കൊണ്ടല്ല, വെറുതെ. പിന്നെ രാവിലെ ഞാൻ നിന്നെ വിളിച്ചോണത്തും. എന്തിനാന്നറിയോ? നമുക്ക് മോർണിംഗ് വാക്കിന് പോണ്ടേ. കിടന്നോ, കാലുപൊക്ക്. അങ്ങോട്ട് നീ കിടക്ക്, നീങ്ങിക്കടാ. എനിക്കും കൂടെ കിടക്കാനുള്ളതാ. കിടന്നോ. ഉറങ്ങിക്കോ, ഉറങ്ങിക്കോ. ബാബോ ബാബോ, എന്റെ വർഷക്കുട്ടി ഉറങ്ങിക്കോ. അമ്മേ, ദേ വന്ദന. ഓക്കെ രാജി, ഗുഡ് നൈറ്റ്. മോളെ, വാ വന്ദനെ. ദിയമോളുടെ ഇന്നത്തെ സന്തോഷം കണ്ടപ്പോ രാജീവേട്ടന്റെ മരണത്തിന് ശേഷം അവൾ ഇത്രയും സന്തോഷിച്ചിട്ടില്ലെന്നാ എനിക്ക് തോന്നിയത്. ദിയമോളുടെ സന്തോഷമാണ് വന്ദനയ്ക്ക് പ്രധാനമെങ്കിൽ അവളെ എന്നോടൊപ്പം അയക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് വേണോ അവളെ? വന്ദനേ, നിനക്കിപ്പോ എന്ത് മനസ്സിലായി?
ചെന്നായിക്ക് ചെമ്മരിയാടാവാൻ പറ്റില്ല. ജഗ, മൈൻഡ് യുവർ വേഴ്സ്. രാഖി, രാത്രിയാണ്, സാഗർ കൂടില്ല. നേരത്തെ വീട് പിടിക്കാൻ നോക്ക്. ഭീഷണിയാണോ? പെണ്ണായതുകൊണ്ട് ഭീഷണിയിൽ നിർത്തുന്നു. നിയമപ്രകാരം വന്ദനയ്ക്ക് കോടതി ദിയയുടെ സംരക്ഷണാവകാശം കൊടുത്തിരിക്കുകയാണ്. ജഗ, ദിയമോൾ എന്റെ ചേട്ടന്റെ മകളാ. ഈ നിൽക്കുന്ന വന്ദനയ്ക്ക് എന്ത് രക്തബന്ധമാണ് ദിയമോളുമായിട്ടുള്ളത്? എന്റെ കയ്യിൽ നിന്ന് ദിയമോളെ തട്ടിയെടുക്കാനാണ് പുതിയ കഥയും മെനഞ്ഞോണ്ട് വന്നതെന്ന് ഇപ്പൊ മനസ്സിലായി. ഇനി നീ എന്തൊക്കെ അഭ്യാസങ്ങളെ കാണിച്ചാലും എന്റെ ദിയമോളെ ഞാൻ നിനക്ക് വിട്ടുതരില്ല. ഇറങ്ങി പൊക്കോണം എന്റെ മുറ്റത്തുനിന്ന്. ഒരിക്കൽ കുഞ്ഞിനു വേണ്ടി പോരാടി പരാജയപ്പെട്ടതല്ലേ? അതിന് ഞാൻ പോരാടിയില്ലല്ലോ പരാജയപ്പെടാൻ. കേസുമായി രാഖി മുന്നോട്ട് പോയാൽ അങ്ങ് സുപ്രീം കോടതി വരെ രാഖി പോവും. അതിനുള്ള കപ്പാസിറ്റി ഉണ്ടോ നിനക്ക്? രാഖി, ഭീഷണിയൊന്നും വേണ്ട. നീയേ ചെയ്തു നോക്ക്. എന്നാ കാത്തിരുന്നോ. തിരുവനന്തപുരത്തും എറണാകുളത്തും മാത്രമല്ല, അങ്ങ് തലസ്ഥാന നഗരിയിൽ നീയും നിന്റെ കെട്ടിയോളം തിണ്ണ നിരങ്ങാൻ പോകുന്നതേ ഉള്ളൂ. ഓ ആയിക്കോട്ടെ, കൂട്ടത്തില് നീ ഉണ്ടാവുമല്ലോ ആ തിണ്ണകൾ നിരങ്ങാൻ. ഓടി. സോറി. പ്രകാശ, പറഞ്ഞേക്ക് സമയമില്ല. എത്രയും വേഗം ഈ വാഹനമായിട്ട് വീട് പണി നടക്കുന്ന പ്ലോട്ടിലേക്ക് ചെല്ലണം. ഇതിന്റെ ബാക്കിലൊരു സാധനമുണ്ട്. എന്ത് സാധനം? ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, വിശദീകരണത്തിനുള്ള സമയമില്ല. കുറുപ്പ് സാറെ ഏൽപ്പിച്ച ജോലിയാ. വേഗം വണ്ടിയായിട്ട് പ്ലോട്ടിലേക്ക് ചെല്ലുക.